16 ട്രേ കപ്പാസിറ്റി വരുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ഇലക്ട്രിക് ഡ്രയറാണിത്. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ELDR 166044-250 എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത്. ഇതിൻ്റെ വാട്ട്സ് വരുന്ന വർക്കിംഗ് വാട്ട്സ് 2200 വാട്ട്സാണ്. ഇതിൻ്റെ ടോട്ടൽ ഇൻപുട്ട് കപ്പാസിറ്റി വരുന്നത് 100 കിലോഗ്രാം വരെ നമുക്ക് വെയിറ്റ് ഇതിൽ ലോഡ് ചെയ്യാൻ പറ്റും. ഡിപ്പെൻഡ് ചെയ്തിട്ട് ഓരോ ഐറ്റത്തിൻ്റെ വെയിറ്റിനനുസരിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്രേ സ്ക്വയർ ഫീറ്റ്, ടോട്ടൽ ട്രേ സ്ക്വയർ ഫീറ്റ് 44.8 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. കോക്കനട്ട് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 250 നാളികേരാണ് ഒരേ സമയം ലോഡ് ചെയ്യാൻ പറ്റും. ഇത് ഫുള്ളി ഓട്ടോമാറ്റിക് ആണ്. നമുക്കിതിൽ ടെമ്പറേച്ചർ സെറ്റ് ചെയ്ത് വെക്കാം, അതുപോലെ തന്നെ ടൈമറും സെറ്റ് ചെയ്ത് വെക്കാം. ടെമ്പറേച്ചർ ഉള്ളിൽ എത്രയാണ് നമുക്ക് ഈ ഐറ്റം ഉണങ്ങാൻ വേണ്ട ടെമ്പറേച്ചർ, ആ ഒരു ടെമ്പറേച്ചറാണ് സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അത് ഈ ഒരു സെറ്റ് അപ്പ് ഡൗൺ 3 ബട്ടൺ ഉണ്ട്. അതിൽ ഒന്നാമത്തെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ടെമ്പറേച്ചർ മാക്സിമം ഉള്ളിൽ എത്ര ടെമ്പറേച്ചർ വരെയാണ് വരേണ്ടത് ആ ടെമ്പറേച്ചറാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ 65 ഡിഗ്രിയാണ് ഇത് സെറ്റ് വെച്ചത്. മാക്സിമം സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ടെമ്പറേച്ചർ 65 ആണ്. നമുക്ക് ചില ഐറ്റങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത്ര ടെമ്പറേച്ചർ ആവശ്യമില്ലാത്ത ഐറ്റങ്ങൾ ഉണ്ടാവും. അപ്പോൾ അതുപോലത്തെ ഐറ്റം ആണെങ്കിൽ ടെമ്പറേച്ചർ കുറച്ച് വെക്കാൻ പറ്റും. 60 അതുപോലെ 62 അങ്ങനെ ഏത് ടെമ്പറേച്ചർ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാം. മിനിമം റൂം ടെമ്പറേച്ചർ മാക്സിമം 65 ഡിഗ്രിയാണ് സെറ്റ് ചെയ്യാൻ പറ്റുക. ഇപ്പം ആക്ച്വൽ ഉള്ളിലുള്ള ടെമ്പറേച്ചർ 38.9 ആണ്. അതിപ്പം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ടെമ്പറേച്ചർ 60 ആണ്. ഇനി 60 ഡിഗ്രി വരെ ഇത് മാക്സിമം കയറി മുകളിലോട്ട് വരും. പിന്നെ നമ്മൾ വെച്ച 60 ഡിഗ്രി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്താണ് പിന്നെ ഡ്രയർ വർക്ക് ചെയ്യുക. അടുത്തായിട്ട് വരുന്ന ടൈമറാണ്. ടൈമർ നമുക്ക് എത്ര ഹവറിൽ ഡ്രയർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഉണക്കാൻ വെച്ച ഐറ്റം 5 മണിക്കൂർ ഉണങ്ങേണ്ട ഒരു ഐറ്റം ആണെങ്കിൽ ഈ ടൈമറിൽ 5 മണിക്കൂർ സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഹവറിലാണ് ഈ ഒരു മീറ്റർ വർക്ക് ചെയ്യുന്നത്. ഇപ്പം 2.5 എന്ന് പറയുമ്പം 2.5 എന്നാണ് 2.5 മണിക്കൂറാണ് വർക്കിംഗ്. ഇനി 5.0 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 മണിക്കൂർ. ഇപ്പോൾ 5.0 5 മണിക്കൂറാണ് വർക്കിംഗ് വരിക. ഇപ്പം 5 മണിക്കൂർ കഴിയുമ്പോൾ ഡ്രയർ ഓട്ടോമാറ്റിക് ഓഫ് ആവും. അതായത് നമുക്ക് ഡിസ്പ്ലേയിൽ കാണും. അതായത് 4 3 2 1 പറഞ്ഞ് ഡൗൺ ആയിട്ട് വന്നിട്ട് 0 വന്നിട്ട് മെഷീന് ഇതുപോലെ ഓഫ് ആവും, ഫുള്ളായിട്ട് ഓഫ് ആവും. ഇനി നമുക്ക് റീസ്റ്റാർട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്ത് വർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ ഇത് റീസ്റ്റാർട്ട് വന്നിട്ടുള്ള ഈ ഒരു അര മാർക്ക് നേരെയുള്ള ഡൗൺ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ മെഷീൻ വീണ്ടും റീസ്റ്റാർട്ടായിട്ട് വർക്ക് ചെയ്യും. പതിനാറ് ട്രേയാണ് വരുന്നത്. ഇതിൽ മുളക്, മല്ലി, സ്പൈസസ്, അതുപോലെ തന്നെ നാളികേരം, ജാതിക്ക, ഇതുപോലുള്ള എല്ലാ ഐറ്റംസും എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ ഡ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഹോൾസുകൾ കാണാം. ഇതെല്ലാം മോയ്സ്ചർ വെളിയിലേക്ക് കളയാനുള്ള ഹോൾസാണ്. ഇതിൽ കുറച്ചെണ്ണത്തിന് ഇതുപോലെ അടപ്പുണ്ടാവും. ഈ അടപ്പിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് കൂടുതൽ മോയ്സ്ചറുള്ള സാധനം വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഈ അടപ്പെല്ലാം ഓപ്പൺ ചെയ്ത് വെക്കണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നാളികേരമാണ് ഉണക്കാൻ വെക്കുന്നെങ്കിൽ പച്ച നാളികേരം വെട്ടി വെക്കുന്ന സമയത്ത് അതിൽ ജലാംശം കൂടുതലായിരിക്കും. അങ്ങനെ വെക്കുന്ന സമയത്ത് ധാരാളം ജലാംശം പുറത്തേക്ക് പോകാനുണ്ടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, എല്ലാ ഹോൾസും ഇതുപോലെ ഓപ്പൺ ആയിരിക്കണം. എന്നാലേ അത്രയും മോയ്സ്ചർ പെട്ടെന്ന് വെളിയിലേക്ക് പോകുള്ളൂ. അതുപോലെ തന്നെ ഏകദേശം 15 മണിക്കൂർ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ചിരട്ട അടുത്തി മാറ്റും. അടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഡ്രയറിൽ സെറ്റ് ചെയ്ത് വെക്കും 15 മണിക്കൂറിലും. അപ്പോഴാണ് ഫുൾ ഡ്രൈ ആവുന്നത്. ആ സമയത്ത് സെക്കൻഡായിട്ട് രണ്ടാമതായിട്ട് സെറ്റ് ചെയ്യുന്ന സമയത്ത് കൊപ്രയിൽ ജലാംശം വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ മോയ്സ്ചർ ഇതിൽ നീരാവി വളരെ കുറവായിരിക്കും. അപ്പം ആ സമയത്ത് ഹീറ്റ് വെറുതെ വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഹോളെല്ലാം അടിച്ചു വെക്കാം. നമുക്ക് ടെമ്പറേച്ചർ, ഹീറ്റ് മാക്സിമം ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പർപ്പസ് വരുന്നത്. പിന്നെ ഇതിൻ്റെ ബേക്കിലായിട്ട് 2 എയർ ഹോൾസ് കാണാം. ഇത് ഓൾറെഡി കമ്പനിയിൽ തരുന്ന സമയത്ത് അതിൻ്റെ ഒരു കറക്റ്റ് ലിമിറ്റ് ചെയ്തിട്ട് അത് ഓപ്പൺ ചെയ്ത് വെച്ചതായിരിക്കും. അതിൽ മാറ്റങ്ങളൊന്നും വരുത്താതിരിക്കുക.